ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. വേണം കരുതലും ബോധവൽക്കരണവും. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ അഥവാ കരൾ. കരളിനുണ്ടാകുന്ന ഒരു മാരക രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഇന്ന് ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് വ്യക്തികളെ ബാധിക്കുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണിത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിവർഷം 13 ലക്ഷത്തോളം പേരാണ് ഹെപ്പറ്റൈറ്റിസ് രോഗബാധിതരായി മരണപ്പെടുന്നത്. ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം സമാഗതമാകുന്ന ഈ വേളയിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ വാർത്താ തരംഗിണി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ മേധാവി ഡോക്ടർ കെ പുരുഷോത്തമൻ. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന പകർച്ചവ്യാധി ലോകത്തെ ഏതാണ്ട് ക്ഷയരോഗത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഏതാണ്ട് 30 കോടിയോളം ജനങ്ങൾ ലോകത്ത് ഈ രോഗാവസ്ഥക്ക് അടിപെട്ടിട്ടുണ്ട്. വർഷത്തിൽ ഏതാണ്ട് 13 ലക്ഷത്തോളം ആളുകൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മരണമടയുന്നുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഈ രോഗത്തിൻ്റെ കാരണങ്ങൾ അറിയുമായിരുന്നില്ല. രോഗാണു ഒരു വൈറസാണെന്നും ആ വൈറസിൻ്റെ പുറംപാളി ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജൻ അതിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് ഉപകരിക്കുന്നത്. അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ബറൂക്ക് ബ്ലംബർഗ്, അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനമാണ് ഈ ജൂലൈ 28 നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ദിനമായി ലോകാരോഗ്യ സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ വർഷവും ഓരോ മുദ്രാവാക്യം ഉണ്ട്. തടസ്സങ്ങൾ നമുക്ക് തകർത്തെറിയാം, ഹെപ്പറ്റൈറ്റിസിനെ തുടച്ചു നീർക്കാം എന്നതാണ് ഇക്കുറിയത്തെ മുദ്രാവാക്യം. ഹെപ്പറ്റൈറ്റിസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് കണ്ണുകൾ മഞ്ഞ നിറമായിട്ടുള്ള, മൂത്രത്തിൽ മഞ്ഞ നിറം പോകുന്ന മഞ്ഞപ്പിത്തം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. സത്യത്തിൽ ഈ മഞ്ഞപ്പിത്തം ഒരു രോഗലക്ഷണം മാത്രമാണ്. പല കാരണങ്ങൾ കൊണ്ടും ഇതുണ്ടാവാം. പ്രധാനമായിട്ടും പകർച്ചവ്യാധി പകരുന്ന തരത്തിലുള്ള മഞ്ഞപ്പിത്തമുണ്ട്, പകരാത്ത തരത്തിലുള്ള മഞ്ഞപ്പിത്തമുണ്ട്. അതായത് കരളിനെ ബാധിക്കുന്നതോ ചിലപ്പോൾ ബ്ലഡിനെ ബാധിക്കുന്നതോ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ചുവന്ന രക്താണുക്കൾ നശിച്ചു പോകുന്ന ഹിമോളിറ്റിക് അനീമിയ, തലസീമിയ എന്നുള്ള അവസ്ഥ. ചിലപ്പം മദ്യത്തിൻ്റെ കൂടുതൽ കഴിച്ചിട്ട് ലിവർ കംപ്ലീറ്റ് നശിച്ചു പോകുന്ന അവസ്ഥ. അപ്പോൾ കരളിൻ്റെ അവസ്ഥകളിലും ഇത്തരത്തിലുള്ള ബ്ലഡിൻ്റെ അവസ്ഥകളിലുമൊക്കെയും അത് ബാധിക്കുന്ന ആൾ ഇതിനടിപ്പെട്ട് പോകുന്ന ഒരവസ്ഥ. അത് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്നില്ല. ഹെപ്പറ്റൈറ്റിസിന് കാരണം പ്രധാനമായും 5 തരം വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നിങ്ങനെ. ഇവയിൽ ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നിവ മലിനമായ കുടിവെള്ളം, ശുചിത്വമില്ലാത്ത ഭക്ഷണം എന്നിവയിലൂടെയാണ് പകരുന്നത്. അണുബാധയുള്ള രക്തം, വേണ്ടത്ര അണുവിമുക്തമാക്കാത്ത സൂചികൾ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എന്നിവ വഴിയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പകരുന്നത്. ഇവ കരളിനെ ദീർഘകാലം ബാധിക്കുകയും കരൾ വീക്കം, സിറോസിസ്, ലിവർ ക്യാൻസർ എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യാം. ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് വിശദമാക്കുന്നു കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറിലെ ഡോക്ടർ നവ്യ തൈക്കാട്ടിൽ. നമ്മൾ സാധാരണയായി വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് കേൾക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് മറ്റൊരു വ്യക്തിക്ക് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ രക്തം വഴിയും ശരീരസ്രവം വഴി രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാം. സുരക്ഷിതമല്ലാത്ത രക്തം സ്വീകരിക്കുന്നത് വഴിയും അണുവിമുക്തമല്ലാത്ത സൂചി, ഉപകരണങ്ങൾ എന്നിവ വഴിയും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം വഴിയും അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കുമൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നീ വൈറസുകൾ പകരാം. ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ മൂലമുള്ള കരൾവീക്കം ഒരുപക്ഷെ ദീർഘകാലം പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ലാതെ പോകുകയും പിന്നീട് പെട്ടെന്ന് കരൾവീക്കം ഒരു ക്രോണിക് അല്ലെങ്കിൽ സ്ഥിരമായ രീതിയിലേക്ക് മാറുകയും അതിൽ നിന്ന് അനന്തരം ഒരുപക്ഷെ ലിവർ ക്യാൻസർ, കരളിൻ്റെ അർബുദം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവിൽ എന്താണ് ലക്ഷണം? കരൾ വീക്കത്തിൻ്റെ ലക്ഷണം: പനി, ക്ഷീണം, വിശപ്പില്ലായ്മ, ഓക്കാനം, വയറുവേദന എന്നിവയുണ്ടാകാം. ശരീരത്തിലെ മഞ്ഞ നിറം
ത്വക്കിലും കണ്ണിലും കാണുന്ന മഞ്ഞ നിറം, അതിനോടൊപ്പം മൂത്രത്തിൽ കടുത്ത മഞ്ഞ നിറവും ലക്ഷണങ്ങളായി കാണാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി ബാധിതരിൽ മാത്രം കണ്ടുവരുന്ന മറ്റൊരു വൈറസ് രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ഡി. ഇതുകൂടാതെ അമിതമായ മദ്യപാനം, അമിതവണ്ണം മൂലമുണ്ടാകുന്ന ഫാറ്റി ലിവർ, ചില ഔഷധങ്ങളുടെ ദുരുപയോഗം എന്നിവ കൊണ്ടും കരൾ കേടാവുകയും മഞ്ഞപ്പിത്തം ഉണ്ടാവുകയും ചെയ്യാം. ഇനി ഇത്തരത്തിൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധയുണ്ടായാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. കണ്ണ്, ചർമ്മം, നഖങ്ങൾ എന്നിവയിലെ മഞ്ഞ നിറമാണ് പ്രധാന ലക്ഷണം. കടും മഞ്ഞ അല്ലെങ്കിൽ തവിട്ടു നിറത്തിലുള്ള മൂത്രം, വിശപ്പില്ലായ്മ, ഛർദിക്കും ഓക്കാനത്തിനുമുള്ള പ്രവണത, വയറിന്റെ വലതുവശത്ത് മുകൾ ഭാഗത്തായി അനുഭവപ്പെടുന്ന വേദന, വിട്ടുമാറാത്ത ക്ഷീണവും നേരിയ പനിയും എന്നിവയാണ് കരളിന് അണുബാധയുണ്ടായി മഞ്ഞപ്പിത്തമായി മാറിയതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഡോക്ടർ കെ പുരുഷോത്തമൻ. ലോകം ഏറ്റവും ഭയപ്പെടുന്ന ഒരവസ്ഥ ഹെപ്പറ്റൈറ്റിസ് ബിയുടേതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി, ബിയോടൊപ്പം തന്നെ ഡി ഒന്നിച്ചു ചേർന്നു. അപ്പോൾ ഈ 3 രോഗാണുക്കളെയാണ് ലോകം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ഈ ഒരു അവസ്ഥക്ക് ഒരു പരിഹാരവും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതി കഴിയുന്നത് വരെ. 60കളിലാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സാന്നിധ്യം ബ്ലൂംബർഗ് തിരിച്ചറിഞ്ഞത്. പക്ഷേ 80കളുടെ തുടക്കമാകുമ്പോഴേക്കും ഇതിനെതിരെ വാക്സിനുകൾ കിട്ടിത്തുടങ്ങി. 1980കൾക്ക് ഇപ്പുറം പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രതിരോധ വാക്സിനുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരു അമ്മയിൽ നിന്നും കുഞ്ഞിനെ കിട്ടി വാക്സിൻ എടുത്തില്ല എങ്കിൽ അത് വളരെയേറെ പ്രാധാന്യം ഉണ്ടാവുന്നത് ആ കാലഘട്ടത്തിൽ ആ കുഞ്ഞിന് വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതൊരു ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജിലേക്ക് 90% കേസുകളും നീങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾക്ക് തടയേണ്ടുന്നത്? വാക്സിനുകൾ സ്വീകരിക്കുകയാണ് ഏറ്റവും പ്രാധാന്യം. അതിൽ ഗർഭാവസ്ഥയിൽ തന്നെ അമ്മമാർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കേണ്ടതുണ്ട്. പ്രധാന പകർച്ചവ്യാധികളായ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സിഫിലിസ് എന്നിവയ്ക്കൊക്കെ എതിരെ നമ്മൾ തിരിച്ചറിയാനുള്ള പരിശോധനകളും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനുകളും നേരത്തെ തന്നെ അമ്മമാർക്ക് കിട്ടുന്നു. പിന്നീട് കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ദിവസം 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വാക്സിൻ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം 6, 10, 14 ആഴ്ചകളിൽ കൊടുക്കുന്ന വാക്സിനുകളിൽ പെൻറ്റവാലൻ്റ് വാക്സിനിൽ അതിലൊരു ഘടകം ഹെപ്പറ്റൈറ്റിസ് ബിക്ക് പ്രതിരോധം നൽകുന്നതാണെന്ന് മനസ്സിലാക്കുക. അഥവാ ഒരാൾക്ക് ആ സമയത്ത് വാക്സിൻ എടുത്തില്ലെങ്കിൽ പിന്നീടും ഈ വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. 3 ഡോസുകളാണ്, 0, 1 and 6 months. ഈ വാക്സിനുകൾ മിക്കവാറും വളരെ ഫലപ്രദമാണ്, വളരെ സുരക്ഷിതത്വം ഉള്ളതാണ്, വളരെ ചെലവ് കുറഞ്ഞതുമാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും തുടക്കത്തിൽ പലപ്പോഴും യാതൊരു ലക്ഷണങ്ങളും കാണിക്കാറില്ല. നിശബ്ദ കൊലയാളി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത്. അതിനാൽ കൃത്യമായ രക്തപരിശോധനകളിലൂടെ മാത്രമേ രോഗനിർണയം സാധ്യമാകൂ. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, വൈറൽ മാർക്കറുകൾ എന്നിവയാണ് സാധാരണയായി ഹെപ്പറ്റൈറ്റിസ് തിരിച്ചറിയാൻ നടത്തുന്ന പരിശോധനകൾ. മലിനമായ കുടിവെള്ളം, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പാകം ചെയ്യുന്ന ഭക്ഷണം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ എന്നിവ. കുട്ടികളിലും ഈ തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് കൂടുതലായി കണ്ടുവരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹെപ്പറ്റൈറ്റിസ് ബി പോലെ തന്നെ പ്രധാനമാണ് ഹെപ്പറ്റൈറ്റിസ് എയും. കുട്ടികളാണെങ്കിൽ സ്കൂളുകളിൽ നിന്നും പുറത്തുനിന്നുമുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ കഴിക്കുന്നത് ഈ തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് പടരുന്നതിന് കാരണമാകും. ഡോക്ടർ കെ പുരുഷോത്തമൻ തുടരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹെപ്പറ്റൈറ്റിസ് ബിയോടൊപ്പം തന്നെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമ്മൾ അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എക്കെതിരെയും സ്വീകരിക്കേണ്ടതുണ്ട്. മുൻപെങ്കും കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു ഹെപ്പറ്റൈറ്റിസ് എ കൊണ്ടൊരു മരണം സംഭവിക്കുക എന്നുള്ളത്. വളരെ ചെറിയൊരു എണ്ണം മാത്രമായിരുന്നു. അപ്പോൾ അത് കൂടി വരുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ കുടിവെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ശുചിത്വത്തിനും പ്രാധാന്യം കൊടുക്കേണ്ടതും പറ്റുമെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെ അത് നിയന്ത്രിക്കേണ്ടതിനെക്കുറിച്ചും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും ദീർഘസ്ഥായിയായിട്ടുള്ള ഒരു കരൾ രോഗം ഉണ്ടാക്കുന്നില്ല. രോഗം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതാനും ആഴ്ചകൾ കൊണ്ട് അത് പൂർണ്ണമായിട്ടും മാറി പൂർവാവസ്ഥയിലേക്ക് എത്തും. ഡോക്ടർ നവ്യ തൈക്കാട്ടിൽ തുടരുന്നു.
കരൾ വീക്കം എങ്ങനെ തടയാം? ഭക്ഷണത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഇയും തടയാൻ സുരക്ഷിതമായ ഭക്ഷണം, സുരക്ഷിതമായ കുടിവെള്ളം എന്നിവ ഉറപ്പാക്കുക. സാധാരണ ഹെപ്പറ്റൈറ്റിസ് എയോ ഇയോ ഉള്ള രോഗിയുടെ മലത്തിൽ ഈ വൈറസ് ഉണ്ടാവുകയും ഏതെങ്കിലും രീതിയിൽ അത് ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലർന്നാൽ അത് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുകയും ചെയ്യാം. വളരെ കുറഞ്ഞ അളവിൽ തന്നെ ഈ രോഗാണു മറ്റൊരു വ്യക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം നിർബന്ധമായും കുടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം. ശക്തമായ ചൂടിൽ ഈ ഒരു രോഗാണു ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. അൾട്രാ വയലറ്റ് രശ്മികളും അതായത് UV റേസ് ഈ വൈറസിനെ നശിപ്പിക്കും. അതുപോലെ എല്ലാ വീടുകളിലും തന്നെ കൃത്യമായ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാകുക എന്നത് എല്ലാ ജലജന്യ രോഗങ്ങളും പ്രതിരോധിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറ്റൊന്ന് വാക്സിനാണ്. ഹെപ്പറ്റൈറ്റിസ് എക്ക് സുരക്ഷിതമായ ഫലപ്രദമായ വാക്സിൻ ലഭ്യമാണ്. ഇത് ഒരല്പം വില കൂടിയതാണ്. 1500 മുതൽ 2000 രൂപയോളം വില വരുന്ന വാക്സിനാണ്. എങ്കിൽ പോലും റിസ്ക് സ്ഥിരമായി പുറത്തുനിന്ന് കഴിക്കുന്നവർ, മറ്റൊരു സംസ്ഥാനത്തോ മറ്റു ഹോസ്റ്റലിലോ ഒക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ വാക്സിൻ കൊടുക്കാവുന്നതാണ്. ഭാരതം ലോകത്തിന് സമ്മാനിച്ച ചികിത്സാ രീതിയാണ് ആയുർവേദം. കരളിന്റെ പ്രവർത്തനം വീണ്ടെടുക്കാനും രക്തശുദ്ധീകരണത്തിനും ഉത്തമമായ ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട്. കൂടാതെ മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമാക്കാൻ ഭക്ഷണത്തിലും അതിയായ ശ്രദ്ധ പുലർത്തണം. കൊട്ടാരക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവനീത KP. ആയുർവേദ ശാസ്ത്രത്തിൽ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ടു വരുന്ന ലക്ഷണങ്ങളെ കാമല എന്ന രോഗത്തിൽ ഉൾപ്പെടുത്തുന്നു. കാമം ലാതി ഇതി കാമല, അതായത് ശരീരത്തിന്റെ സ്വാഭാവിക കാമങ്ങളെ അഥവാ ഇച്ഛാശേഷികളെ ഇല്ലാതാക്കുന്ന അസുഖം എന്നർത്ഥം. എല്ലാ രോഗങ്ങളെയും വാദം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആയുർവേദം വിലയിരുത്തുകയും ചികിത്സിക്കുകയും ചെയ്യുന്നത്. ഇത് തന്നെയാണ് മഞ്ഞപ്പിത്തത്തിലും. കാമല പ്രധാനമായും 3 തരത്തിലാണ്. ഒന്ന്, ശാഖാശ്രിത കാമല. ഇവിടെ കഫദോഷ ദുഷ്ടി മൂലം കഫത്താൽ പിത്തം തടയപ്പെട്ട് ശരീര അന്തർഭാഗത്ത് നിന്ന് പിത്തം ശാഖകളിലേക്ക് അഥവാ ബാഹ്യഭാഗങ്ങളിലേക്ക് പടർന്ന് ത്വക്കിനെ ഉൾപ്പെടെ ദുഷിപ്പിച്ച് സ്വാഭാവിക നിറം മാറ്റി മഞ്ഞ നിറം വരുന്നു. രണ്ടാമത്തത് കോഷ്ടാശ്രിത കാമല. ഇത് പിത്തദോഷവർദ്ധകമായ ആഹാരവിഹാരങ്ങൾ അധികമായി ഉപയോഗിക്കുന്നത് മൂലം പിത്തദുഷ്ടി സംഭവിച്ച് ഉണ്ടാകുന്നു. പലപ്പോഴും കോഷ്ടാശ്രിതം മാത്രമായി കാമല ഉണ്ടാകില്ല. കോഷ്ടത്തോടൊപ്പം രക്താതിധാതുക്കളായ ശാഖയെ കൂടി ബാധിക്കുമ്പോൾ കോഷ്ടശാഖാശ്രിതമായി കാമല അഥവാ ഉഭയാശ്രിത കാമലയാകുന്നു. രോഗകാരണത്തിനനുസരിച്ച് 3 രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ട്. രക്തധാതുവുമായി ബന്ധപ്പെട്ടു വരുന്ന കാമല അഥവാ ഹീമോളിറ്റിക് ജോണ്ടിസ്. ഇതിന്റെ തുടക്കത്തിൽ ആമപാചന ചികിത്സ, ജ്വര ചികിത്സ എന്നിവ ചെയ്യണം. ഇതിനായി അമൃതോത്തരം കഷായം, സുദർശനം ചൂർണം, ഗുളുചിരോഹിണി കഷായം മുതലായ ഔഷധങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ചുവന്ന രക്താണുക്കൾക്ക് നാശം വരുന്ന അവസ്ഥയായതിനാൽ അനീമിയ അഥവാ പാണ്ഡുരോഗ ചികിത്സയും ചെയ്യേണ്ടതാണ്. ഇതിനായി നവായസ ചൂർണം, പടോലാദി കഷായം, പുനർനവ മണ്ഡൂരം, മണ്ഡൂരവടകം തുടങ്ങിയവ വിശിഷ്ടമാണ്. തുടർന്ന് ശോധന ചികിത്സ ചെയ്യണം. ഇതിനായി കല്യാണകഘൃതം ഉപയോഗിച്ച് സദ്യസ്നേഹം, അതായത് ഒറ്റത്തവണ സ്നേഹപാനം ചെയ്ത ശേഷം ത്രിവൃത് ലേഹ്യം, അവിപത്തി ചൂർണം ഇവയിലേതെങ്കിലും കൊടുത്ത് വിരേചനം ചെയ്യണം. കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന അവസ്ഥയിൽ വാതകപദുഷ്ടിയാണ് പ്രധാനമായും സംഭവിക്കുന്നത്. ഇവിടെ ദീപനപാചനമായ ഔഷധങ്ങൾക്ക് പ്രാധാന്യം നൽകണം. ശാഖാശ്രിത കാമല അഥവാ രുദ്ധപദ കാമലയായി കണക്കാക്കാവുന്ന ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ ഒബ്സ്ട്രക്ഷൻ അഥവാ തടസ്സം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സ ആദ്യഘട്ടത്തിൽ ചെയ്യണം. കഫദോഷഹര ചികിത്സ, ദീപനപാചന ചികിത്സ എന്നിവ ചെയ്യേണ്ടതാണ്. കീഴാർ നെല്ലി സമൂലം അരച്ച് നെല്ലിക്ക വലുപ്പത്തിൽ ഉരുളയാക്കി പാലിനൊപ്പം വെറും വയറ്റിൽ രാവിലെ കഴിക്കുന്ന പ്രയോഗരീതിയും ചെയ്തുവരുന്നു. ഈ പറഞ്ഞ ചികിത്സകളെല്ലാം കൃത്യമായ രോഗനിർണയത്തിനു ശേഷം വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ടതാണ്. ശരീരത്തിന്റെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. കരളിനെ ബാധിക്കുന്ന ഒരു ഗുരുതര രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. കൃത്യമായ ശുചിത്വം, സുരക്ഷിതമായ ഭക്ഷണരീതി, വാക്സിനേഷൻ എന്നിവയിലൂടെ ഹെപ്പറ്റൈറ്റിസിനെ നമുക്ക് അകറ്റി നിർത്താം. ഈ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൽ കരളിലെ അണുബാധയ്ക്കെതിരെ കരളുറപ്പോടെ നമുക്ക് പോരാടാം. വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.